ലോകരാഷ്ട്രങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആ വാർത്ത പുറത്തു വന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. ഇറാൻ നടത്തിയ കടുത്ത ആക്രമണത്തിൽ നെതന്യാഹുവും ഇസ്രായേലിലെ പല ഉന്നത നേതാക്കളും കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നത്. എന്താണ് ഇതിലെ സത്യാവസ്ഥ? ഇസ്രായേൽ ഈ കാര്യം എന്തുകൊണ്ടാണ് മറച്ചുവെക്കുന്നത്? നമുക്ക് വസ്തുതകൾ ഓരോന്നായി പരിശോധിക്കാം. ഈ വാർത്തകൾ പ്രചരിക്കാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്നാമത്തേത്, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നെതന്യാഹുവിനെ പൊതുവേദികളിലോ ന്യൂസ് ചാനലുകളിലോ നേരിട്ട് കണ്ടിട്ടില്ല എന്ന വാദം. രണ്ടാമത്തേത്, ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ നെതന്യാഹുവിന് മരണസാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത്. മൂന്നാമത്തേതും ഏറ്റവും കൂടുതൽ ചർച്ചയായതുമായ കാര്യം, നെതന്യാഹുവിന്റേതായി പുറത്തുവന്ന പുതിയ വീഡിയോകൾ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് ആരോപണമാണ്. ഈ വീഡിയോകളിൽ നെതന്യാഹുവിന്റെ വലതു കൈയിൽ 6 വിരലുകൾ ഉണ്ടെന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഷെയർ ചെയ്തു. AI നിർമ്മിത വീഡിയോകളിൽ പലപ്പോഴും വിരലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാറുണ്ട് എന്ന കാര്യം മുൻനിർത്തിയാണ് നെതന്യാഹുവിന്റെ മരണം പലരും ഉറപ്പിച്ചത്. എന്നാൽ ഇസ്രായേൽ ഈ വാർത്തകൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക വിശദീകരണം പ്രകാരം ഈ വാർത്തകളെല്ലാം ഇറാന്റെ വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണ്. ഇസ്രായേൽ ജനതയെ മാനസികമായി തളർത്താൻ വേണ്ടി ഇറാൻ നടത്തുന്ന ഒരു ഇൻഫർമേഷൻ വാർഫെയറിന്റെ ഭാഗമാണിതെന്ന് അവർ വാദിക്കുന്നു. താൻ ജീവനയോടെ എന്ന് തെളിയിക്കാൻ നെതന്യാഹു നേരിട്ടൊരു വീഡിയോയുമായി രംഗത്തെത്തുന്ന ഒരു കഫേയിൽ ഇരുന്ന് കാപ്പി കുടിക്കുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ. അതിൽ താൻ സുരക്ഷിതനാണെന്നും വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 6 വിരലുകൾ എന്ന് തോന്നിച്ചത് വെറും ക്യാമറ ആംഗിൾ മാത്രമാണെന്ന് പിന്നീട് ഫാക്ടർ ചെക്കർമാരും സ്ഥിരീകരിച്ചു. യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം അതീവ ഗുരുതരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് നെതന്യാഹുവിനെതിരെയും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമായത്. യുദ്ധസമയത്ത് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ 2 ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള സൈബർ പോരാട്ടങ്ങൾ സാധാരണമാണ്. ഈ വിഷയത്തിൽ സത്യാവസ്ഥ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉള്ളത്. ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നതിന് വിശ്വസനീയമായ ഒരു തെളിവും നിലവിലില്ല. അദ്ദേഹം ഇപ്പോഴും ഇസ്രായേലിന്റെ ഭരണകാര്യങ്ങളിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കണ്ട ചില ചിത്രങ്ങൾ എഡിറ്റ് ചെയ്തതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും അതീവ രഹസ്യ സ്വഭാവമുള്ള യുദ്ധതന്ത്രങ്ങൾക്കിടയിൽ ഇത്തരം വാർത്തകൾ ജനങ്ങളിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ വാർത്തകളും അതുപോലെ വിശ്വസിക്കുന്നതിന് മുമ്പ് അതിന്റെ സത്യാവസ്ഥ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നെതന്യാഹുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇസ്രായേലിന്റെ അടുത്ത നീക്കങ്ങൾ ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.